അപ്പം ഇന്ന് മക്കളെ വെള്ളിയാഴ്ച അല്ലേ, വെള്ളിയാഴ്ച ബീഫില്ലാതെ അമ്മയ്ക്ക് എന്താല്ലേ? വെള്ളിയാഴ്ച ബീഫ് മേടിക്കാത്തൊരു ദീനിസിലാന്ന് പുറത്താന്നല്ലേ ലീക്ക് വീരാൻ പറഞ്ഞിരിക്കണം. അപ്പോൾ നമ്മളും വെള്ളിയാഴ്ച ബീഫ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീഫും നെയ്ച്ചോറും വെക്കാനാണ് കേട്ടോ. ബീഫ് കറി മൈഞ്ചോറുമാണ് മക്കളെ വെക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഞാൻ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി ഗൈസ്. ഞങ്ങൾ പാടത്ത് താറാവിനെ ഇങ്ങനെ നിന്ന് നോക്കുമ്പോഴേ ഒരു 2 താറാവ് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ കീ 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 പറയട്ടെ. വേറെയുള്ള താറാവിനൊന്നും കാണാനില്ല. അപ്പം ഞങ്ങൾ എന്ത് കാട്ടി, അതിനെ പോയിട്ട് പിടിച്ച് അവരെ ആൾക്കാർക്ക് കൊടുക്കാലോ വിചാരിച്ചിട്ട് ഞാൻ നീന്തി പാടത്ത് കൂടെ ഒക്കെ ആകെ നീന്തി നാറി വിരകിയിട്ട് പോയി ഗൈസ്. അങ്ങനെ താറാവിൻ്റെ അടുത്തെത്തുമ്പോൾ താറാവ് നീന്തി അപ്പുറത്തേക്ക് പോകും. അവിടുന്ന് പിന്നെ ഞങ്ങൾ കുറേ അങ്ങോട്ട് എത്തി നോക്കുമ്പോഴാണ് താറാവിൻ്റെ ആൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കി. താറാവിൻ്റെ ആൾ ഞങ്ങൾ താറാവിനെ പിടിക്കാൻ വന്നിട്ട് വിചാരിച്ചിട്ട് താറാവിൻ്റെ ആൾ ഇരിക്കണോട്ട് നീച്ചിട്ടോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിങ്ങോട്ട് ആക്കി തരാൻ വന്നതാണ് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ താറാവിനെ അങ്ങോട്ട് ആക്കി കൊടുത്ത് ഞങ്ങളിങ്ങോട്ട് റിട്ടേൺ പോകുന്നു ഗൈസ്. നല്ല മഴ ഉണ്ട് കേട്ടോ. പൂച്ച മീനിന് വേണ്ടി കാവിലിരിക്കുന്നു. മീനില്ലല്ലോ, ഇന്ന് ഇറച്ചിയല്ലേ, പൂച്ചക്ക് അറിയില്ലല്ലോ. പക്ഷെ അറിയുന്ന ഭാഷയിൽ ഞാൻ പൂച്ചനോട് പറഞ്ഞു കൊടുത്തു, ഇന്ന് ഇറച്ചിയാണ് മോനെ, ഇന്ന് വെള്ളിയാഴ്ചയാണ് എന്നുള്ളത്. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ മഴ പെയ്യലും ഞാൻ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ നന്നാക്കി കൊണ്ടിരിക്കുകയാണ്. പൂച്ച വെയിറ്റിങ്ങിലാണ്, വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പം ഞാനൊന്ന് തോണ്ടി നോക്കിയതാട്ടോ. അപ്പോൾ അവളൊന്ന് പേടിച്ച് ഒന്ന് അപ്പുറത്തേക്ക് നീങ്ങിയിരുന്നു കേട്ടോ. ദൂരത്തേക്കൊന്നും പോയില്ല, കുറച്ചപ്പുറത്തേക്ക് നീങ്ങിയുള്ളൂ. അങ്ങനെ സവാള ഗിരി പറഞ്ഞ സവാള ഗിരിയൊക്കെ നുറുക്കി സെറ്റാക്കി. പക്ഷെ എന്നാലും അവൻ്റെ ഒരു അതിസാമർത്ഥ്യം എന്ന് പറയില്ലേ. കാരണം ഞാൻ അപ്പുറത്തേക്ക് തിരിഞ്ഞപ്പോൾ വീണ്ടും അതൊന്ന് എടുക്കാൻ വേണ്ടി വരികയാണേ. അപ്പോൾ അവന് എന്താ വേണ്ടത്? അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ എന്ത് ചെയ്തു, കൊടുക്കാമെന്ന് വിചാരിച്ചതും കൂടി കൊടുത്തില്ല. നിങ്ങളൊന്ന് കേൾക്കി നോക്കി നിൽക്കുക. അവരെ അടിക്കാനുള്ള വടിയാണ് ഇട്ടായിരിക്കണത്. അടിക്കൊന്നുമില്ല, ഞാൻ വെറുതെ അതെടുത്തിട്ടൊന്ന് ചൂണ്ടിക്കഴിഞ്ഞാൽ അവർ ഓടും. കുക്കറിൽ വെക്കാണ് കേട്ടോ. ബീഫ് കുക്കറിലാണ് വെക്കണം. അതാകുമ്പോൾ എളുപ്പമില്ല. അടുപ്പത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനൊന്നും സമയമില്ല ഗൈസ്. സവാളൊക്കെ നുറുക്കിച്ചതൊക്കെ കുക്കറിലിട്ടിട്ട് വാട്ടിയിട്ട് തന്നെ വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ട്രിപ്പിൽ പരിപാടി ആയല്ലോ. അപ്പോൾ കുക്കറിൽ തന്നെ വാട്ടിയിട്ട് കുക്കറിൽ തന്നെ വെക്കണം കേട്ടോ. അതിലാണ് സോന. താറാവിൻ്റെ കരച്ചിൽ നിങ്ങൾക്ക് കേൾക്കണുണ്ടോ? താറാവിൻ്റെ അടുത്ത് തന്നെ ഞാൻ നിൽക്കണം കേട്ടോ. താറാവ് ഇവിടെ അടുത്ത് തന്നെ വന്നിട്ടുണ്ട് പാടത്ത്. അങ്ങനെ മഴയത്തൊരു കോഫി എങ്ങനെയുണ്ട്? അപ്പം അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കഴിഞ്ഞാൽ തിളച്ച് പോകില്ല. അപ്പോൾ അതന്നെ ഞാൻ നോക്കി നിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് തിളച്ച് കഴിഞ്ഞാൽ ഒരു ചൂടോടൊരു ഗ്ലാസ് കുടിക്കണം. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള ഗരം മസാലയാണ് കേട്ടോ. അതാണ് നമ്മുടെ സ്പെഷ്യൽ ബീഫിലേക്ക് മസാല ആക്കണതിന്. പിന്നെ നമ്മുടെ മഞ്ജു വാര്യറുടെ മീറ്റ് മസാലപ്പൊടി ഉണ്ട് കേട്ടോ. ഇതിട്ട് നമ്മൾ നല്ല കുഴച്ച് നല്ല അടിച്ച് പൊളിച്ച് കുഴച്ചെടുക്കണം ഗൈസ്. ഞാൻ ഒറ്റ കൈ കൊണ്ട് വെച്ചിട്ടാണ് കുഴക്കണത് കേട്ടോ. അപ്പം നിങ്ങൾ എന്താ ഏതാണെന്നൊന്നും വിചാരിക്കണ്ട. ഒരു കയ്യിൽ ഫോണാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ. അങ്ങനെ ഞാൻ ഫോൺ അവിടെ വെച്ചിട്ട് കുഴച്ച് ശരിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചതാണ് കേട്ടോ. അപ്പം നമ്മുടെ കോഫി റെഡി ആയിട്ടുണ്ട്. അതൊരു കപ്പ് മോണ്ടാവും. എങ്ങനെയുണ്ട്? സവാള ഗിരി പറഞ്ഞ പോലെ സവാള വാടണമെങ്കിൽ കുറച്ച് ടൈം ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ എളുപ്പം വാടുമല്ലോ. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വെക്കുന്നത് പരിപ്പ് കറി, നെയ്ച്ചോറിലേക്ക് പരിപ്പ് കറി ഇട്ട് അതിലേക്ക് പരിപ്പ്, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, സവാള, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാതും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിന് വിസിലടിച്ച് വേവിക്കാട്ട് ചെയ്യാം. എന്നിട്ട് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കടുകും ചെറിയ ജീരകവും
വേപ്പിൻ്റെ ഇലയും വേണമെങ്കിൽ വേണ്ടവർക്ക് ഒരു ഉണക്കമുളകും പൊട്ടിച്ചിടാം കേട്ടോ. എന്നിട്ടാണ് ഇതിനെ കടുക് വറക്കുക കേട്ടോ. അപ്പോൾ കുക്കറിലേക്ക് നമ്മൾ മസാല ഇതൊക്കെ വയന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇറച്ചിയിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അത് വിസിൽ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അതിൽ കിടന്നിട്ട് വേവുമല്ലോ. പിന്നെ അതിൻ്റെ പിന്നാലെ നമുക്ക് പോകണ്ടല്ലോ. പിന്നെ അടുപ്പത്ത് മറ്റേ കുക്കറിലിരിക്കുന്നത് പരിപ്പാട്ടോ, പരിപ്പ് കറിക്കുള്ളതാണ്. ഞാൻ പുതിന ചമ്മന്തി അരക്കണം എന്ന് വിചാരിച്ചതാണ് ഗൈസ്. പക്ഷേ പുതിന കിട്ടിയില്ല. കട അടച്ചെന്ന് വെള്ളിയാഴ്ചയല്ല, അപ്പം നേരത്തെ കട അടച്ചു, അതുണ്ടായി. പിന്നെ നെയ്ച്ചോറ് വെക്കാൻ തുടങ്ങുകയാണ്. നെയ്യും ഇതൊന്നും ഇല്ല കേട്ടോ, വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. എന്താ താറാവേ 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 നീന്തി തുടിക്കും താറാവേ താറാവേ താറാവേ. എങ്ങനെയുണ്ട് എൻ്റെ പാട്ട്? നല്ല തല്ലിപ്പൊളി പാട്ടില്ലേ. അപ്പം അത് നമ്മൾ ഇതൊക്കെ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞാലാണ് നമ്മൾക്ക് അരി അതിലേക്ക് ഇടണം. ഇത് പിന്നെ നാരങ്ങ അച്ചാറൊന്നുമില്ല, ഒരു 5-6 നാരങ്ങ അവിടെ ഇരുന്നിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കണം. ഇത് കച്ചമ്പറിനുള്ള ഉള്ളി വലിച്ച് പകുതി വലിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അരി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം ഇങ്ങോട്ട് തിളച്ചാൽ അതിലേക്ക് ഒരൊറ്റ തട്ട് തട്ടാലോ എന്നുള്ള ഉദ്ദേശത്തിൽ കഴുകിയൊക്കെ സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ വെള്ളം തിളച്ചിട്ടില്ല കേട്ടോ. നമ്മളതിൽ വാട്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ മേലെ പൊന്തി വന്ന് കിടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വെള്ളം തിളച്ച് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ? ആ ഇതായിരുന്നു. അപ്പോൾ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. പക്ഷെ മല്ലിച്ചപ്പ് ഇല്ലാത്തത് ഭയങ്കര അടിയായി. എനിക്ക് ആകെപ്പാടെ വേണ്ടത് മല്ലിച്ചപ്പ് കേട്ടോ. ബീഫ് കറിയിലൊക്കെ ഒരു മല്ലിച്ചപ്പിൻ്റെ ആ മണമൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നല്ല മണം വരില്ലേ. ഇത് നമ്മൾ കച്ചമ്പറിലേക്ക് ഉള്ളി ഒക്കെ ശരിയാക്കി വെച്ച് കേട്ടോ. നാരങ്ങ അപ്പം ഞാൻ നുറുക്കിയെടുത്തിട്ടുണ്ട് അച്ചാറിടാൻ. നമ്മുടെ ചോറ് ഇതുണ്ടോ ഇതേ പരുവത്തിലായിട്ടുണ്ട്. ഒന്നുകൂടി വലിയാണ് കേട്ടോ ചോറ്. വെന്തുക്കുന്ന സാധനം ഒന്നുകൂടി വെലിഞ്ഞ് കിട്ടണം. അച്ചാറില്ലാതെ എന്തില്ലേ. അപ്പോൾ ഈ മിൽമയുടെ നെയ്യാണ്, അത് കുറച്ച് കിലോ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉണക്കമുളക് ഇട്ടിട്ടില്ല കേട്ടോ. ഉണക്കമുളക് ഇടേണ്ടവർക്ക് ഇടാം. ഇത് നാരങ്ങ അച്ചാർ, പിന്നെ കച്ചമ്പർ, തൈര് കിട്ടിയില്ല, സുർക്ക വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് പിന്നെ നമ്മുടെ നെയ്ച്ചോർ, പിന്നെ നമ്മുടെ ബീഫ് കറി. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്കുള്ള വിഭവങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ ഇന്നത്തേക്കുള്ള വിഭവം. അപ്പം ഞാൻ അടുത്ത വീഡിയോ കൊണ്ട് വരാം കേട്ടോ.